Welcome back to chemistry class. Now I am going to discuss the fourth chapter of 9th standard periodic table. ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായം പീരിയോഡിക് ടേബിൾ അഥവാ ആവർത്തന പട്ടികയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. The classification of metals and non-metals, then triads, then law of octaves by different scientists. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പീരിയോഡിക് ലോസ്, പീരിയോഡിക് നിയമം, പീരിയോഡിക് ലോ ബൈ മെൻഡലീവ് ആൻഡ് മോഡേൺ പീരിയോഡിക് ലോ ബൈ ഹെൻറി മോസ്ലി. പീരിയോഡിക് നിയമം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മെൻഡലീവ്. മോഡേൺ പീരിയോഡിക് ലോ, ആധുനിക പീരിയോഡിക് നിയമം കണ്ടെത്തിയതാണ് മോസ്ലി. അപ്പോൾ ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലിനനുസരിച്ചിട്ട് എന്താണ് പീരിയോഡിക് നിയമം എന്ന് പരിശോധിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ അറ്റോമിക് മാസ് പഠിച്ചിട്ടുണ്ട്, അറ്റോമിക് നമ്പർ പഠിച്ചിട്ടുണ്ട്. സോ പീരിയോഡിക് ലോ, മെൻഡലീവ്സ് പീരിയോഡിക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the properties of elements are based on the atomic mass. So listen again. The physical periodic law states that the physical and chemical properties of elements are based on their atomic mass. Then modern periodic law states that the physical and chemical properties of elements are based on the atomic number. രണ്ടും വളരെ സിമ്പിളായ ടോപ്പിക്കാണ്. അപ്പം മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം അനുസരിച്ചിട്ട് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ഇനി അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ ക്രമീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ആരോഹണ ക്രമം അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് എന്നുള്ളത് കൃത്യമായി എല്ലായിടത്തും പാലിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് പീരിയോഡിക് നിയമം, മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ മേന്മകളും പോരായ്മകളും കൂടി ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു. സോ ഹിയർ ദ എലമെൻറ്റ്സ് ആർ the property, physical and chemical properties of elements are the periodic function of their atomic mass. That is Mendeleev periodic law. Listen again. Mendeleev periodic law states that the physical and chemical properties of the elements are the periodic function of their atomic mass. Atomic massന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആവർത്തന പട്ടികയിൽ എലമെന്റ്സിന്റെ അല്ലെങ്കിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് ചില മേന്മകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൽ ഉണ്ടായ ചില പോരായ്മകൾ, ഡിസഡ്വാൻറ്റേജസിനെ റെക്ടിഫൈ ചെയ്യാൻ, അതിനെ പരിഹരിക്കാനാണ് മോസ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മോഡേൺ പീരിയോഡിക് ലോ ഡിഫൈൻ ചെയ്തത്. സോ ഹിയർ ദ മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the physical and chemical properties of the elements are the periodic function of their atomic number. So listen again. Modern periodic law states that the physical and chemical properties of the elements are the periodic function of their atomic number. അപ്പോൾ മോഡേൺ പീരിയോഡിക് നിയമം അനുസരിച്ചിട്ട് മൂലകങ്ങളെ അല്ലെങ്കിൽ എലമെന്റ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നൈട്രജൻ എന്നുള്ള എലമെൻറ്റ്, നൈട്രജൻ 714 നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, നൈട്രജൻ 714 എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൽ 7 ആണ് അറ്റോമിക് നമ്പർ, 14 ആണ് മാസ് നമ്പർ. ആ മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമുക്കറിയാം. അപ്പം മോഡേൺ പീരിയോഡിക് ലോ, പീരിയോഡിക് നിയമം, ആധുനിക പീരിയോഡിക് നിയമം അനുസരിച്ചിട്ട് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അതായത് ഈ അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവയുടെ പീരിയോഡിക് ഫങ്ഷൻസ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് പീരിയോഡിക് നിയമങ്ങളും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. മെൻഡലീഫ് പീരിയോഡിക് ലോ ബേസ്ഡ് ഓൺ അറ്റോമിക് മാസ്, അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് നിയമം. മോഡേൺ പീരിയോഡിക് ലോ ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ. ആധുനിക പീരിയോഡിക് നിയമം മോസ്ലി കണ്ടെത്തിയത് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ കുറേ പോരായ്മകൾ മോസ്ലി മോഡേൺ പീരിയോഡിക് ലോയിലൂടെ
പരിഹരിച്ചു. അപ്പം ഇനി നമുക്ക് കൂടുതലായിട്ട് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളും പോരായ്മകളും, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. 63 മൂലകങ്ങളെ മെൻഡലീഫ് അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ആവർത്തന പട്ടികയിൽ വിന്യസിച്ചു. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മെൻഡലീഫ് പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിൾ 8 ഗ്രൂപ്പുകളും 6 പീരിയഡുകളുമുണ്ട്. ഇതിൽ മൂലകങ്ങളെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇനി മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Advantages of Mendeleev's periodic table. Here, elements were classified in such a way that elements of similar properties were placed in the same group. So, learning chemistry was thus made easier. Mendeleev ഇവിടെ മൂലകങ്ങളെ, സമാന ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലാക്കി തരംതിരിച്ചു. ഇങ്ങനെ തരംതിരിച്ചത് രസാന്തര പഠനത്തിന് വളരെയധികം സഹായകമായി. Second point, some elements did not follow the correct ascending order of the atomic masses. പക്ഷേ ചില മൂലകങ്ങൾക്ക് അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായി പാലിക്കാൻ സാധിച്ചില്ല. He pointed out that this could be due to the wrong determination atomic mass. Later, this led to the correction of the wrongly determined atomic masses. അപ്പോൾ അദ്ദേഹം ചില മൂലകങ്ങളുടെ അറ്റോമിക മാസ് തെറ്റാണെന്ന് കണ്ടെത്തുകയും ശരിയായ അറ്റോമിക മാസ് നിർവചിക്കുകയും ചെയ്തു. ഉദാഹരണമായിട്ട് ബെറീലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 ആണെന്നാണ് ആദ്യം കണ്ടെത്തിയിരുന്നത്. അപ്പം മെൻഡലീഫ് അത് 9 ആണെന്ന് ശരിയായി കണ്ടെത്തി. അപ്പോൾ നമുക്ക് നോക്കാം, ബെറീലിയത്തിൻ്റെ അറ്റോമിക് മാസ് 9.012 എന്ന് എഴുതിയിട്ടുണ്ട്. ബെറീലിയത്തിൻ്റെ 14 ആണെന്നാണ് ആദ്യം കണ്ടെത്തിയിരുന്നത്. അപ്പം മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞനാണ് ബെറീലിയത്തിൻ്റെ ശരിയായ അറ്റോമിക മാസ് 9 ആണെന്ന് കണ്ടെത്തിയത്. Columns were left vacant for elements which were not known at that time and their properties were also predicted. ഇനി മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ അടുത്ത മേന്മ എന്ന് പറയുന്നത്, അദ്ദേഹം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില കോളങ്ങൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കി വിടാനുള്ള കാരണം, ഈ ഗ്രൂപ്പിനോട് യോജിച്ച സമാന സ്വഭാവമുള്ള മൂലകങ്ങൾ ഇനി കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ അവയെ ഉൾപ്പെടുത്താനുള്ള സ്ഥലമാണിത്. പിന്നെ അദ്ദേഹം ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന ചില മൂലകങ്ങളുടെ സ്ഥാനവും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. എലമെൻറ്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. സാധാരണ അദ്ദേഹം മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് സമാന ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നവയെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹം ഉൾപ്പെടുത്തിയ മൂലകങ്ങളെ, ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങൾക്ക് സമാന ഗുണങ്ങളല്ല, അവയുടെ ഗുണങ്ങളിൽ വ്യത്യസ്ത ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരുമിച്ച് ഉൾപ്പെടുത്തി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹാർഡ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് സിൽവർ വെയർ ഇൻക്ലൂഡഡ് അലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് നോക്കാം. ഹൈഡ്രജൻ ഉണ്ട്, ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, പിന്നെ കോപ്പർ, അതുപോലെ സിൽവർ തുടങ്ങിയവയൊക്കെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അതിൽ സോഡിയവും പൊട്ടാസ്യം എങ്ങനെയാണ്? മൃദുവായ ലോഹങ്ങളാണ്. അവയുടെ കൂടെ ഹാർഡ് ലോഹങ്ങൾ, അതായത് കാഠിന്യ ലോഹങ്ങളായിട്ടുള്ള കോപ്പറൊക്കെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ സമാന ഗുണങ്ങളുള്ളത് മാത്രമല്ല, അദ്ദേഹം ഉൾപ്പെടുത്തിയ മൂലകങ്ങളുടെ അവയുടെ ഗുണങ്ങളിൽ വ്യത്യസ്ത ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നവയും അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അത് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോരായ്മയായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ദ എലമെൻറ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജന് കൃത്യമായിട്ടുള്ള സ്ഥാനം നൽകിയില്ല. കൂടാതെ
നോൺ മെറ്റാലിക് ഹൈഡ്രജൻ വാസ് പ്ലേസ്ഡ് അലോങ് വിത്ത് മെറ്റൽസ് ലൈക്ക് ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഹൈഡ്രജന് സ്ഥാനം നൽകിയത് കറക്റ്റല്ല, ശരിയായില്ല. കാരണം ഹൈഡ്രജൻ്റെ കൂടെ വരുന്ന ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം തുടങ്ങിയവ. അപ്പോൾ ഇവിടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എങ്ങനെയുള്ള മൂലകങ്ങളാണ്? ദേ ആർ മെറ്റൽസ്, അതായത് ലോഹങ്ങളാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ലോഹങ്ങളാണ്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എന്താണ്? അലോഹമാണ്. ഹൈഡ്രജൻ എന്താണ്? ഗ്യാസാണ്. അപ്പോൾ ഇവിടെയും സമാന ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നവയെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. അതായത് ഹൈഡ്രജന് പ്രത്യേകമായ സ്ഥാനം നൽകിയില്ല. ഹൈഡ്രജനെ ഈ ലോഹങ്ങളുടെ കൂടെയാണ് ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് പോയിന്റ്, ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ത്രൂ ഔട്ട്. അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം ഈ ആവർത്തന പട്ടികയിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും പാലിക്കാൻ സാധിച്ചില്ല. മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ അടിസ്ഥാനം തന്നെ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് ഈ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആരോഹണക്രമം കൃത്യമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം. കൊബാൾട്ട് നോക്കാം. കൊബാൾട്ടിന് എത്ര അറ്റോമിക മാസ്? 58.93 ഇനി കൊബാൾട്ട് കഴിഞ്ഞിട്ടാണ് നിക്കലിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിക്കലിനോ 58.71. അപ്പോൾ കൊബാൾട്ടിനേക്കാൾ കുറവാണ് ഇവിടെ നിക്കലിൻ്റെ അറ്റോമിക മാസ്. അപ്പോൾ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമം കൃത്യമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. അതുപോലെ ടെലൂറിയം, അയോഡിൻ. ടെലൂറിയവും അയോഡിനും ഇതുപോലെ തന്നെ അറ്റോമിക മാസിൻ്റെ ക്രമം കൃത്യമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. ആരോഹണക്രമം കൃത്യമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇത്രയുമാണ് മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ പോരായ്മകൾ. അതായത് ഹൈഡ്രജന് പ്രത്യേകമായ സ്ഥാനം നൽകാൻ സാധിച്ചില്ല. ഹൈഡ്രജനെ ലോഹങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തി. പിന്നെ അറ്റോമിക മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ, ആരോഹണക്രമം കൃത്യമായി പാലിക്കാൻ സാധിച്ചില്ല. പിന്നെ വ്യത്യസ്ത ഗുണങ്ങളുള്ള മൂലകങ്ങളെ, എലമെൻറ്റ്സ് വിത്ത് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെടുന്നതിന് മുമ്പാണ് 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞുവല്ലോ. അതിനുശേഷം മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമനമ്പർ നൽകി. ഇതിനെ അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. ഇതാണ് ആധുനിക പീരിയോഡിക് നിയമം അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് നിയമം. ഇതനുസരിച്ച് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് നമ്പർ. ഇത്തരത്തിൽ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ ഇൻക്രീസിംഗ് ഓർഡറിൽ എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്ന ആവർത്തന പട്ടിക, മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇതിലെ മെൻഡലീഫ് പീരിയോഡിക് ടേബിളുമായിട്ടുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ മെൻഡലീഫിൻ്റെ 8 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് 18 ഗ്രൂപ്പുണ്ട്. 18 ഗ്രൂപ്പും അതുപോലെ താഴേക്ക് 7 പീരീഡുമുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ശ്രദ്ധിക്കാം. മൂലകങ്ങൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതിൽ ഹൈഡ്രജനെ മാത്രം ഒരു പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇതിൽ കളറും വ്യത്യാസമുണ്ട് അല്ലേ? ഇവിടെ ബ്രൗൺ കളറിൽ എഴുതിയിരിക്കുന്നതൊക്കെ എന്താണ്? ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ട് ഗ്യാസസ് വാതകങ്ങളാണ്. വാതകങ്ങൾക്കാണ് ബ്രൗൺ നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ വാതകമാണ്, പക്ഷേ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് പ്രത്യേക സ്ഥാനം, ഒന്നാമത്തെ ഗ്രൂപ്പിലെ മുകളിലായിട്ട് ഹൈഡ്രജന് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട് മോഡേൺ പീരിയോഡിക് ടേബിളിൽ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1. അറ്റോമിക് നമ്പർ 2 എലമെൻ്റാണ്. മൂലകമാണ് ഇവിടെ ഹീലിയം. ലിഥിയം അറ്റോമിക് നമ്പർ 3. അപ്പോൾ ഇതുപോലെ ഇതിനനുസരിച്ചിട്ട് അറ്റോമിക് നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് ഇവിടെ മൂലകങ്ങളെ അല്ലെങ്കിൽ എലമെൻറ്റ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത്. Examine this modern periodic table and find out the following: total number of periods, smallest period, the number of elements belongs to third period, then total number of groups. അപ്പോൾ ഈ ആവർത്തന പട്ടിക പരിശോധിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ആകെ പീരിയഡുകളുടെ എണ്ണം, ആകെ എത്ര പീരിയഡ് ഉണ്ട്? അപ്പോൾ എത്ര പീരിയഡ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ആകെ 7 പീരിയഡുകളാണ് ആവർത്തന പട്ടികയിൽ ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ പീരീഡിലെ മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഹീലിയം. രണ്ടാമത്തെ പീരീഡിൽ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, എക്സെട്ര.
ഈ ഏറ്റവും ചെറിയ പീരീഡ്, സ്മോളസ്റ്റ് പീരീഡ് ഏതാ? അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഫസ്റ്റ് പീരീഡാണ് സ്മോളസ്റ്റ് പീരീഡ്, ഒന്നാമത്തെ പീരീഡാണ് ഏറ്റവും ചെറിയ പീരീഡ്. അപ്പോൾ അതിലുള്ള മൂലകങ്ങൾ ഏതൊക്കെയാണ്, എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഹീലിയം. ഇനി തേർഡ് പീരീഡിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം, മൂന്നാമത്തെ പീരീഡിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് പറയാം. ഏതാ മൂന്നാമത്തെ പീരീഡ് വരിക? 1, 2, 3. ഇതാണ് തേർഡ് പീരീഡ്. 8 എലമെൻറ്റ്സ് ആണ് തേർഡ് പീരീഡിലുള്ള എലമെൻറ്റ്സ്. 8 എലമെൻറ്റ്സ്, 8 മൂലകങ്ങളാണ് മൂന്നാമത്തെ പീരീഡിലുള്ളത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, ആകെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ്സ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഇതാണ് 18 ഗ്രൂപ്പ്സ്. So our modern periodic table contain 18 groups and 7 periods. These vertical columns are called groups, then horizontal rows are called periods. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഉള്ള ആശയങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പാഠഭാഗങ്ങൾ പീരിയോഡിക് ലോ, മോഡേൺ പീരിയോഡിക് ലോ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മെൻഡലീസ് പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് നിയമം എന്താണെന്ന്, അതുപോലെ ആധുനിക പീരിയോഡിക് നിയമം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതുപോലെ തന്നെ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളും പോരായ്മകളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.